ജാംനഗറിൽ ദൃശ്യം മോഡൽ കൊലപാതകം. ഭർത്താവിനെ കൊന്ന് ഫാക്ടറിയിൽ 12 അടി താഴ്ചയിൽ കുഴിച്ചുമൂടി. ഓസ്ട്രേലിയയിലേക്ക് പോയെന്ന് വിശ്വസിപ്പിച്ച് ഭാര്യയുടെ നാടകം. സിനിമകളെ വെല്ലുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ നാം പലപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ ഗുജറാത്തിലെ ജാംനഗറിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് ദൃശ്യം സിനിമയെ ഓർമ്മിപ്പിക്കുന്ന ഒരു അതിദാരുണമായ കൊലപാതകത്തിന്റെ വാർത്തയാണ്. സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തി ഫാക്ടറിക്കുള്ളിൽ 12 അടി താഴ്ചയിൽ കുഴിച്ചുമൂടിയ ശേഷം അദ്ദേഹം വിദേശത്തേക്ക് പോയെന്ന് ബന്ധുക്കളെ വിശ്വസിപ്പിച്ച ഒരു ഭാര്യ. നീണ്ട 2 വർഷക്കാലം ആരെയും സംശയിപ്പിക്കാതെ കാത്തുവച്ച ആ രഹസ്യം ഒടുവിൽ പൊളിഞ്ഞതെങ്ങനെയാണ്? ആ നാടകീയമായ സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക്. ഗുജറാത്തിലെ ജാംനഗറിലാണ് പോലീസിനെ പോലും അമ്പരിപ്പിച്ച ഈ കൊലപാതക പരമ്പര അരങ്ങേറിയത്. ജിഗ്നേഷ് മാവഡിയ എന്ന യുവാവാണ് ക്രൂരമായി കൊല്ലപ്പെട്ടത്. ഭാര്യ പൃഥ്വിയും കാമുകൻ നിലേഷും ചേർന്ന് ജിഗ്നേഷിനെ കൊലപ്പെടുത്തുകയും മൃതദേഹം രഹസ്യമായി കുഴിച്ചു മൂടുകയുമായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. തുടർന്ന് ഇയാൾ ജോലി ആവശ്യങ്ങൾക്കായി ഓസ്ട്രേലിയയിലേക്ക് പോയതാണെന്ന് വിശ്വസിപ്പിച്ച് കഴിഞ്ഞ 2 വർഷമായി ഇവർ ബന്ധുക്കളെയും നാട്ടുകാരെയും കബളിപ്പിക്കുകയായിരുന്നു. മദ്യത്തിൽ സയനൈഡ് കലർത്തി നൽകിയാണ് പ്രതികൾ ജിഗ്നേഷിനെ കൊലപ്പെടുത്തിയതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. കൊലപാതകത്തിന് ശേഷം മൃതദേഹം ജാംനഗറിലെ ദാരേദ് GIDC വ്യവസായ മേഖലയിലുള്ള ഒരു ഫാക്ടറിയിൽ എത്തിക്കുകയും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ തറ തുരന്ന് 12 അടി താഴ്ചയിൽ കുഴിച്ചു മൂടുകയുമായിരുന്നു. 26/7/2026 को सिटी B पुलिस स्टेशन में एक अर्जी आई थी कि उसमें फरियादी अशोक धर्मेश भाई माधवजी भाई मावदिया, उन्होंने बोला कि उनका भाई पिछले जिसका नाम जिग्नेश है, वो पिछले 2 साल से लापता है. उसकी पत्नी से पूछने पे उसकी पत्नी कहती थी कि वो ऑस्ट्रेलिया गया है, और जब उसका परिवार उसका संपर्क कॉन्टैक्ट नंबर मांगता था तो उसकी पत्नी ने कहा कि उसका ऑस्ट्रेलिया में वो जिस कंपनी में काम करता है वहाँ फ़ोन पर बात करना अलाउ नहीं करते. तो 2 साल उसका उसके परिवार के साथ कोई संपर्क नहीं हो पाया. उसका परिवार का उसके काका का बेटा ऑस्ट्रेलिया जा रहा था, तो उन्होंने उसकी वाइफ से वापस पूछा कि हमें हमारे भाई का नंबर दो, मैं वहाँ जा रहा हूँ, मैं उनसे मिलना चाहता हूँ. तब उसकी वाइफ ने उन्हें बताया, पुलिस की जब धमकी दी गई तो उसकी वाइफ ने बताया कि उसको तो हमने 2 साल पहले मार दिया है. इस बात की फरियाद उन्होंने सिटी B पुलिस स्टेशन में 26/7/2026 को गुम दाखिल करवाई. उसमें उन्होंने बोला कि उन्हें डाउट है कि उनके भाई को उसकी वाइफ ने अपने प्रेमी के साथ मिलके मार दिया है. जब इसके आगे सिटी B पुलिस स्टेशन ने तपास की, उसमें उन्हें पता चला जो विक्टिम है जिग्नेश, उसकी बीवी पृथ्वी ने अपने प्रेमी नीलेश के साथ मिलकर उसकी दारू में साइनाइड मिलाकर उसका मर्डर कर दिया और उसकी लाश दरेड़ के कारखाने के अंदर गाड़ दी. और अभी इसका आगे की वहाँ खोदकाम चालू है. आगे की തെളിവുകൾ പൂർണ്ണമായും നശിപ്പിച്ച പ്രതികൾ ഞങ്ങൾക്കൊന്നും അറിയില്ലെന്ന മട്ടിൽ സ്വാഭാവിക ജീവിതം തുടരുകയും ചെയ്തു. ജിഗ്നേഷ് ഓസ്ട്രേലിയയിലാണെന്ന ഇവരുടെ കള്ളക്കഥ വിശ്വസിച്ച കുടുംബം 2 വർഷത്തോളം അദ്ദേഹത്തെ അന്വേഷിച്ചിരുന്നില്ല. 2 വർഷത്തോളം യാതൊരു സംശയങ്ങൾക്കും ഇട നൽകാതിരുന്ന ഈ കൊടും ക്രൂരകൃത്യത്തിന്റെ ചുരുളഴിയുന്നത് വളരെ അപ്രതീക്ഷിതമായാണ്. ജിഗ്നേഷിന്റെ കുടുംബത്തിലെ ഒരംഗം ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയും അവിടെയുള്ള ജിഗ്നേഷിനെ ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ ഭാര്യയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൽ വ്യക്തമായ മറുപടി ലഭിക്കാതിരുന്നതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഓസ്ട്രേലിയയിൽ അദ്ദേഹത്തിന്റെ യാതൊരു വിവരവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടെ സംശയം തോന്നിയ ജിഗ്നേഷിന്റെ സഹോദരൻ പോലീസിൽ പരാതി നൽകിയതോടെയാണ് ക്രൂരതയുടെ സത്യങ്ങൾ ഓരോന്നായി പുറത്തുവന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഭാര്യയെയും കാമുകനെയും ചോദ്യം ചെയ്യുകയും ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഫാക്ടറിയിൽ കുഴിയെടുത്ത് പരിശോധന നടത്തുകയും ചെയ്തു. ഇവിടെ നിന്നും മനുഷ്യന്റെ അസ്ഥികൂടം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇത് ജിഗ്നേഷിന്റേതാണെന്ന് ശാസ്ത്രീയമായി ഉറപ്പിക്കുന്നതിനായി DNA പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഫോറൻസിക് പരിശോധനാ ഫലം വന്നതിന് ശേഷം കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പ്രതികളുടെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തുമെന്ന് ജാംനഗർ പോലീസ് അറിയിച്ചു. യാഥാർത്ഥ്യം സിനിമയെ വെല്ലുന്ന രീതിയിൽ മാറുന്നതിന്റെ മറ്റൊരു ഉദാഹരണമായി മാറുകയാണ് ഈ സംഭവം. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര.